നെയ്യാറ്റിൻകര സമാധി കേസിൽ കോൺക്രീറ്റ് അറ പൊളിക്കുന്ന കാര്യത്തിൽ ജില്ലാ കളക്ടർ ഇന്ന് ഉത്തരവിറക്കും. നെയ്യാറ്റിൻകര ആറാമൂട് സ്വദേശി ഗോപൻ സ്വാമിയെ കാണാനില്ലെന്ന കേസാണ് നെയ്യാറ്റിൻകര പോലീസ് എടുത്തിരിക്കുന്നത്. അച്ഛൻ സമാധിയായെന്നാണ് മക്കളും കുടുംബാംഗങ്ങളും പറയുന്നത്. സംസ്കാര ചടങ്ങുകൾ നടത്തി കോൺക്രീറ്റ് സ്ലാബ് സ്ഥാപിച്ചുവെന്ന് അവർ പറയുന്നു. നാട്ടുകാർ നൽകിയ പരാതിയിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇന്ന് സ്ലാബ് മാറ്റി പരിശോധന നടത്താൻ കളക്ടർ ഉത്തരവിട്ടാൽ നാളെ ഫോറൻസിക് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ പോലീസ് തുടർ നടപടികൾ സ്വീകരിക്കും. അതേസമയം ഗോപൻ സ്വാമി മരിച്ച ശേഷം സമാധി സ്ഥലത്ത് കൊണ്ടുപോയി കുഴിച്ചിട്ടതാണോ അതോ മരിക്കുന്നതിന് മുമ്പ് സ്ലാബിട്ട് മൂടിയതാണോ എന്ന് പോസ്റ്റ്മോർട്ടത്തിൽ തിരിച്ചറിഞ്ഞ ശേഷമായിരിക്കും തുടർ നടപടി സ്വീകരിക്കുക. അതേസമയം ശവകുടീരം തുറക്കുന്നതിനെ എതിർത്ത് ചില ഹൈന്ദവ സംഘടനകൾ രംഗത്ത് വന്നിട്ടുണ്ട്. നെയ്യാറ്റിൻകര ആറാലുമൂട് കാവുവിളാകം വീട്ടിൽ ഗോപൻ സ്വാമി സമാധിയായി എന്നാണ് അദ്ദേഹത്തിന്റെ മക്കൾ പറയുന്നത്. എന്നാൽ സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നും പോസ്റ്റ്മോർട്ടം നടത്തണം എന്നും ആവശ്യമുയർന്നു. ഇതോടെ പോസ്റ്റ്മോർട്ടത്തിന് ജില്ലാ ഭരണകൂടം തീരുമാനിച്ചു. നാട്ടുകാരുടെ പരാതിയെ തുടർന്നാണ് ഇത്. സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഗോപൻ സ്വാമിയെ സമാധിയിരുത്തിയത് എന്നാണ് മക്കളുടെ പ്രതികരണം. ശിവനെ ആരാധിക്കുന്നതിനാൽ ഇപ്രകാരം ചെയ്താൽ മാത്രമേ ദൈവത്തിന്റെ അടുത്ത് പോകാനാകൂ എന്ന വിശ്വാസമാണ് അച്ഛന് ഉണ്ടായിരുന്നതെന്നും അതുകൊണ്ടാണ് നാട്ടുകാരെയും വാർഡ് മെമ്പറെയും പോലും അറിയിക്കാതെ സമാധി ചടങ്ങുകൾ നടത്തിയത് എന്നാണ് ഗോപൻ സ്വാമിയുടെ രണ്ട് മക്കളും പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. ആറാലുമൂട് ചന്തയിൽ ചുമട്ടുതൊഴിലാളിയായിരുന്നു ഗോപൻ. 2 വർഷം മുമ്പ് വരെ ജോലി ചെയ്തിരുന്നു. വീടിനോട് ചേർന്ന് ഒരു ശിവക്ഷേത്രം പണിത് പൂജാകർമ്മങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. നാട്ടിൽ ഗോപൻ സ്വാമി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. 3 മാസങ്ങൾക്ക് മുമ്പ് അസുഖബാധിതനായതോടെ നാട്ടുകാരിൽ ചിലരോടും വാർഡ് മെമ്പറോടും ഞാൻ മരണപ്പെടുമ്പോൾ എന്നെ സമാധിയാക്കണം എന്ന് ഇദ്ദേഹം അറിയിച്ചിരുന്നതായി കുടുംബം പറയുന്നു. ഞാൻ മരണപ്പെട്ടതിന് ശേഷം ഈ സ്ഥലത്ത് സമാധിയാക്കണമെന്നും അതിനുശേഷം മാത്രമേ നാട്ടുകാരെ അറിയിക്കാൻ പാടുള്ളൂ എന്നും ഗോപൻ സ്വാമി ഭാര്യയോടും മക്കളോടും പറഞ്ഞിരുന്നു എന്ന് അവരും പറയുന്നുണ്ട്. വെള്ളിയാഴ്ച രാവിലെ 11 മണിയോടെ ഗോപൻ സ്വാമി മരണപ്പെടുകയും അതിനുശേഷം രാത്രിയോടെ മരണാനന്തര ചടങ്ങുകൾ ചെയ്ത് സമാധിയാക്കിയെന്നാണ് മക്കൾ മാധ്യമപ്രവർത്തകരോടും പറഞ്ഞത്. രാജസേനൻ, സനന്ദൻ എന്നീ 2 ആൺമക്കളും മരണപ്പെട്ട സ്വാമിയുടെ ഭാര്യ സുലോചനയും മരുമകളും മാത്രമാണ് മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം രാവിലെ വീടിനോട് ചേർന്നുള്ള സ്ഥലങ്ങളിൽ സ്വാമി മരിച്ചതായി അറിയിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകൾ മകൻ പതിപ്പിച്ചിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് നാട്ടുകാർ ഒത്തുകൂടി വാർഡ് മെമ്പറെ വിളിച്ചു വരുത്തിയത്. സ്വാമിയുടെ വീട്ടിലെത്തി മക്കളോട് ചോദിച്ചപ്പോൾ 2 മക്കളും പരസ്പര വിരുദ്ധമായി മറുപടി നൽകിയത് നാട്ടുകാർ പറഞ്ഞു. ഇതേ തുടർന്നാണ് മരണത്തിൽ ദുരൂഹതയെന്നാരോപിച്ച് നാട്ടുകാർ നെയ്യാറ്റിൻകര പോലീസിൽ വിവരം അറിയിച്ചത്. ഗോപൻ സ്വാമി പണി കഴിപ്പിച്ച ക്ഷേത്രത്തിൽ രാത്രി 2-3 മണിക്കാണ് പൂജകൾ നടന്നിരുന്നതെന്നും ഇവർ ദുർമന്ത്രവാദം നടത്തുന്നവരാണെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. കാവുവിളാകത്ത് ഗോപൻ സ്വാമി കൈലാസനാഥ ക്ഷേത്രം എന്ന പേരിൽ സ്വകാര്യ ക്ഷേത്രം നിർമ്മിച്ചിരുന്നു. ആ ക്ഷേത്രത്തിന്റെ ആചാര്യ ഗുരു എന്നാണ് ഇദ്ദേഹം അവകാശപ്പെട്ടത്. കഴിഞ്ഞ ദിവസം മരിച്ചതിന് പിന്നാലെ മണ്ഡപമുണ്ടാക്കി അതിനുള്ളിൽ മൃതദേഹം വെച്ച് സ്ലാബ് കൊണ്ട് മൂടിയെന്നാണ് മകനും ക്ഷേത്രത്തിലെ പൂജാരിയും പോലീസിനോട് പറഞ്ഞത്. സമാധിയായെന്ന് വരുത്തി തീർക്കാൻ ശ്രമമെന്ന പരാതി വന്നതോടെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യാനാണ് പോലീസ് നീക്കം. മണ്ഡപം പൂട്ടിയ ശേഷം കാവൽ ഏർപ്പെടുത്തി മകന്റെയും പൂജാരിയുടെയും മൊഴി പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. RTOയുടെ നിർദ്ദേശത്തിന് ശേഷമാകും തുടർ നടപടികൾ. കേസിൽ ദുരൂഹത ആരോപിച്ചതിനാൽ നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തും. ഇതിനുള്ള നീക്കം തുടങ്ങിയെന്ന് നെയ്യാറ്റിൻകര പോലീസ് അറിയിച്ചു.